ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വന്നിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കായ എക്കണോമിക്സിനെയും പിന്നെ കമ്പ്യൂട്ടറിനെയും കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് മുൻപ് ചെയ്ത പോലെ കുറച്ച് GK ക്വസ്റ്റ്യനും കൂടി നോക്കിയതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് മനസ്സിലായി ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്. എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യം കറണ്ട് അഫയേഴ്സിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ദേശീയ ദിനങ്ങളെ കുറിച്ചിട്ടും കുറച്ച് അന്വേഷണ കമ്മീഷനുകളെ കുറിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ ദേശീയ ദിനങ്ങളും അതിന് ഉള്ള വ്യക്തികളും ഒക്കെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ജനുവരി 9 എന്താണ് അറിയപ്പെടുന്നത്? പ്രവാസി ദിനമായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ദിവസമാണ് ജനുവരി 9 എന്ന് പറയുന്നത്. അത് അറിയപ്പെടുന്നത് പ്രവാസി ദിനമായിട്ടാണ്. ജനുവരി 12 എന്താണ്? യുവജന ദിനമാണ്. വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി 12. ജനുവരി 23 ദേശസ്നേഹ ദിനമായി ആചരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ജനുവരി 15 കരസേനാ ദിനം. ജനുവരി 24 ബാലികാ ദിനം. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ജനുവരി 30 എന്താണ്? രക്തസാക്ഷി ദിനമാണ്. ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്. അതുപോലെ ഫെബ്രുവരി 1 ഏതാണ്? തീര സംരക്ഷണ ദിനമാണ്. ഫെബ്രുവരി 1 വരുന്നത്. നമ്മളെല്ലാം പറയില്ല, ചിലത് മാത്രം പറയുന്നുള്ളൂ. അതുപോലെ ഫെബ്രുവരി 28 എന്താ വരുന്നത്? ഫെബ്രുവരി 28 വന്നിട്ട് ശാസ്ത്ര ദിനമാണ്. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനമാണ്. അതുപോലെ ഏപ്രിൽ 21 ദേശീയ സിവിൽ സർവീസ് ദിനം. ഏപ്രിൽ 21 ദേശീയ സിവിൽ സർവീസ് ദിനം. മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. സെപ്റ്റംബർ 5 ഏതാണ്? അധ്യാപക ദിനം. സെപ്റ്റംബർ 5 ദേശീയ ദിനങ്ങളാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. സെപ്റ്റംബർ 5 അധ്യാപക ദിനം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായിട്ട് വരുന്നത്. നവംബർ 11 വിദ്യാഭ്യാസ ദിനം. ഡിസംബർ 4 നാവികസേനാ ദിനം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. ഒക്ടോബർ 1 രക്തദാന ദിനം. ഡിസംബർ 14 വിജയ് ദിനമായി വരുന്നത്. നമ്മുടെ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായതുകൊണ്ടാണ് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി വരുന്നത്. അതുപോലെ ഏപ്രിൽ 11 എന്തുകൊണ്ടാണ് മാതൃസുരക്ഷാ ദിനമായി വരുന്നത്? കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമായതുകൊണ്ടാണ്. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായത് സരോജിനി നായിഡുവിന്റെ ജന്മദിനമായതുകൊണ്ടാണ് നമ്മൾ ഫെബ്രുവരി 11 ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്. അതുപോലെ വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 15. അതിനെയാണ് നമ്മൾ എന്തായി ആചരിക്കുന്നത്? എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. അതുപോലെ നവംബർ 11 വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായതുകൊണ്ടാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനവും നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനവും. അധ്യാപക ദിനം വരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായതിനാലും വിദ്യാഭ്യാസ ദിനം വരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായതിനാലുമാണ്. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. സലീം അലിയുടെ ജന്മദിനമാണ്. നവംബർ 14 നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് അതിനെ ശിശുദിനമായി നമ്മൾ ആചരിക്കുന്നത്. ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്. എന്തുകൊണ്ടാണ്? മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ജനുവരി 30. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കമ്മീഷനുകളെ കുറിച്ചും കൂടി നോക്കാം. ഈ കലേക്കർ കമ്മീഷൻ എന്തിനുള്ളതാണ്? കലേക്കർ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ ഇവ രണ്ടും പിന്നോക്ക സമുദായക്കാർക്ക് വേണ്ടി വന്ന കമ്മീഷനുകളാണ്. അന്വേഷണ കമ്മീഷനുകളാണ് കലേക്കർ കമ്മീഷൻ ആൻഡ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. രംഗരാജൻ കമ്മീഷൻ ബാങ്കിംഗ് കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ്. രംഗരാജൻ കമ്മീഷൻ ബാങ്കിംഗ് കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുരാരി കമ്മീഷൻ എന്തിന്റെയാണ്? ആഴക്കടൽ മത്സ്യബന്ധനം. ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മീഷൻ വന്നിട്ട് ദേശീയ വിദ്യാഭ്യാസ നയമാണ്. കസ്തൂരിരംഗൻ എന്താണ്? 2020 കസ്തൂരിരംഗൻ കമ്മീഷൻ ഏതാണ് വരുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ബൽവത് റായ് മേത്ത കമ്മീഷൻ പഞ്ചായത്തി രാജാണ്. ബൽവത് റായ് മേത്ത കമ്മീഷൻ. അശോക് മേത്ത കമ്മീഷനും പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ
ഇന്ത്യൻ ഭരണഘടനാ പുനഃപരിശോധനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? എം.എൻ. വെങ്കിട ചെല്ലയ്യയാണ്. എം.എൻ. വെങ്കിട ചെല്ലയ്യയാണ് ഇന്ത്യൻ ഭരണഘടനാ പുനഃസംഘടനാ കമ്മീഷനായിട്ട് വരുന്നത്. ദർ കമ്മീഷൻ എന്താണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രവിശ്യ രൂപീകരണമാണ് ദർ കമ്മീഷൻ. അപ്പൊ ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രവിശ്യ രൂപീകരണം ഏതാ വരുന്നത്? ദർ കമ്മീഷൻ ആണ് വരുന്നത്. ജസ്റ്റിസ് A.B. സഹാരിയ കമ്മീഷനാണ് തീവ്രവാദ വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ടത്. ഹോട്ട കമ്മീഷനാണ് UPSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. ഹോട്ട കമ്മീഷനാണ്. അതുപോലെ ജിലാനി കമ്മീഷനാണ് ലോണുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. ജിലാനി കമ്മീഷനാണ് ലോണുമായി ബന്ധപ്പെട്ട കമ്മീഷന്. കോത്താരി കമ്മീഷൻ എന്താണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. മൽഹോത്ര കമ്മീഷൻ ഇൻഷുറൻസ് മേഖലയിലെ പരിഷ്കാരമാണ്. ഇൻഷുറൻസ് മേഖലയിലെ പരിഷ്കാരമാണ് മൽഹോത്ര കമ്മീഷൻ എന്ന് പറയുന്നത്. YV ചന്ദ്രചൂഡ് കമ്മിറ്റിയാണ് ക്രിക്കറ്റ് കോഴയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. YV ചന്ദ്രചൂഡാണ് ക്രിക്കറ്റ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. മാധവ് ഗാഡ്ഗിൽ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. കസ്തൂരി രംഗൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കസ്തൂരി രംഗൻ കമ്മിറ്റി എന്താണ്? ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് റിപ്പോർട്ട് നടത്തിയ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ എന്തിലേക്ക് കടക്കാം? നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരുപാട് നീട്ടി വലിക്കാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ദൃശ്യപ്രകാശത്തെ, കമ്പ്യൂട്ടറാണ് കേട്ടോ ആദ്യം. ദൃശ്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയുള്ള വയർലെസ് സാങ്കേതിക വിദ്യയാണ് ലൈഫൈ എന്ന് പറയുന്നത്. അപ്പൊ ലൈഫൈന്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് ഫിഡലിറ്റി എന്നാണ്. ദൃശ്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് എന്ത്? ലൈഫൈ. ലൈറ്റ് ഫിഡലിറ്റി. നെറ്റ്വർക്കിന്റെ വികാസത്തോടെ ആവിർഭവിച്ച സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഡോട്ട് മെട്രിക് പ്രിന്റർ ഏത് വിഭാഗത്തിലുള്ള പ്രിന്ററുകൾക്ക് ഉദാഹരണമാണ്? ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണമാണ് ഡോട്ട് മെട്രിക് പ്രിന്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇങ്കുജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ എന്നിവ എന്ത് പ്രിന്ററുകൾക്കാണ്? നോൺ ഇമ്പാക്ട് പ്രിന്ററുകൾക്കുള്ള ഉദാഹരണമാണ്. എന്ത് വരുന്നത്? ഇങ്കുജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ എന്നിവ. ഇനി നമുക്ക് ഇനി കുറച്ച് പേരുകൾ പഠിച്ചിട്ട് അവ എന്തിനുള്ളതാണെന്ന് പഠിക്കാം. ഗേറ്റ് വേ എന്തിനാണ്? വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റാ വിനിമയ ഉപകരണമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റാ വിവരണ ഉപകരണമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. റൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാം ഒരേ റൂട്ടിലാണ് പോകുന്നതെന്ന് പറയില്ല, അതുപോലെ ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങളും ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ബ്രിഡ്ജ് എന്ന് പറയുന്നതിന് രണ്ട് സൈഡ് അല്ല ഉണ്ടാവുക, അതുപോലെ കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സ്വിച്ച് എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപവൽക്കരിക്കാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയ ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, അതായത് NIC എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കാനും വിവരവിനിമയം നടത്താനും പ്രാപ്തമാക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളുടെ ശൃംഖലകളിലേക്ക് ഒരു കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കാനും വിവരവിനിമയം നടത്താനും പ്രാപ്തമാക്കുന്ന ഉപകരണമാണ് NIC കാർഡ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഇനി വൈഫൈ ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ തമ്മിൽ വിവരം കൈമാറാൻ ഉപയോഗിക്കുന്ന വയർലെസ് സാങ്കേതിക വിദ്യയാണ്. വൈഫൈ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഉപകരണങ്ങൾ തമ്മിൽ വൈഫൈ ബ്ലൂടൂത്ത് എന്നിവ എന്താണ്? ഉപകരണങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന വയർലെസ് സാങ്കേതിക വിദ്യയാണ് വൈഫൈ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. സാധാ ഫോണുള്ള എല്ലാവർക്കും അറിയാം. ഇനി ഹബ്ബ് സ്വിച്ച് എന്നത് എന്താണ്? നെറ്റ്വർക്കിനുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കാൻ, നെറ്റ്വർക്കിലൂടെ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കാനുള്ള ഉപകരണമാണ് ഹബ്ബ് സ്വിച്ച് എന്നിവ. ഹബ്ബ് പറഞ്ഞാൽ എന്താണ്? വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും കൈമാറുന്നതിലൂടെ നെറ്റ്വർക്ക് തിരക്കേറിയതാക്കി മാറ്റുന്ന ഉപകരണമാണ്. വരുന്ന വിവരങ്ങൾ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും നൽകുന്നതിലൂടെ നെറ്റ്വർക്ക് തിരക്കേറിയതാക്കി മാറ്റുന്ന ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്.
സ്വിച്ച് പറയുന്നത് എന്താണ്? ഏത് കമ്പ്യൂട്ടറിലായിട്ടാണ് വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രം നിർദ്ദേശം അയക്കുക വഴി നെറ്റ്വർക്കിലെ തിരക്ക് കുറയ്ക്കുന്നത്. ഹബ്ബ് തിരക്ക് കൂട്ടുന്നതാണെങ്കിൽ സ്വിച്ച് തിരക്ക് കുറയ്ക്കുന്നതാണ്. ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് എന്ത്? ഹബ്ബ്. ഓരോ കമ്പ്യൂട്ടറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞ എല്ലാ അവിടെ തിരക്കേറിയതാക്കി മാറ്റുകയാണ് ഹബ്ബ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ കമ്പ്യൂട്ടറുകളെയും ബന്ധിപ്പിക്കുന്നുണ്ട്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണം ഏതാണ്? മോഡം. അപ്പൊ മോഡത്തിന്റെ ധർമ്മം എന്താണ്? ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റലായി മാറ്റുന്നതാണ്. ഇനി ഇതിന്റെ ഇടയിലുള്ള ഈ നെറ്റ്വർക്കുകൾ വയറിലൂടെ പോകുമ്പോൾ, കേബിളിലൂടെ പോകുമ്പോഴുള്ള ശോഷണം നടക്കുമെന്ന് പറയല്ലോ. ആ ശോഷണം തടയാനായി ഡിജിറ്റൽ സിഗ്നലുകളെ ഏത് രൂപത്തിലാക്കിയിട്ടാണ് ടെലിഫോൺ ലൈനിലൂടെ കടത്തിവിടുന്നത്? അനലോഗ് സിഗ്നൽ ആക്കിയിട്ടാണ്. അപ്പൊ ആ ടെലിഫോൺ ലൈനിലൂടെ പോകുന്നത് അനലോഗ് സിഗ്നൽ ആയിട്ടാണ് എന്ന് ഓർത്തു വെക്കുക. കേബിളുകളുടെ സഹായമില്ലാതെ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് എന്ത്? നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്നാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വയർലെസ് നെറ്റ്വർക്കിന്റെ പ്രയോജനപ്പെടുത്തുന്ന തരംഗങ്ങൾ ഏതാണ്? RF തരംഗങ്ങൾ. ഇനി ഒരു കെട്ടിടത്തിനുള്ളിലോ മുറിക്കുള്ളിലോ ഉള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് LAN എന്ന് പറയുന്നത്. LAN എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നമ്മളിരിക്കുന്ന ആ മുറിയിലുള്ള 4-5 കമ്പ്യൂട്ടറുകളെ, ആ കെട്ടിടത്തിലുള്ള കുറച്ച് കമ്പ്യൂട്ടറുകളെ മാത്രം ചേർത്തിട്ട് പ്രവർത്തിപ്പിക്കുന്ന, പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് LAN എന്ന് പറയുന്നത്. ഇനി LAN പറഞ്ഞ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഈ വൈഫൈ പറഞ്ഞ എന്താണ്? വയർലെസ് ഫിഡലിറ്റി എന്നാണ്. ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യ ആദ്യമായി അവതരിക്കപ്പെട്ട വർഷം 1989 ആണ്. ഫസ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് നമ്മുടെ ഫോണിലൊക്കെ ബ്ലൂടൂത്ത് വഴിയായിരുന്നു നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എപ്പോഴാണ്? 1989 ആണ്. ഇപ്പൊ എല്ലാവരും എന്താ യൂസ് ചെയ്യുന്നത്? വൈഫൈ സാങ്കേതിക വിദ്യ ആദ്യമായി വന്നത് എപ്പോഴാണ്? 1998 ആണ്. 1989 ബ്ലൂടൂത്ത് വന്നത് പറഞ്ഞാൽ 98 എന്ത് വന്നത്? വൈഫൈ വന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻപുട്ട് ഉപകരണങ്ങളും കുറച്ച് ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ പേരുകൾ നോക്കാം. ഓക്കെ, ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. കീബോർഡാണ് ഒരു പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളായിട്ട് വരുന്നത്. കീബോർഡിലെ പ്രധാന ഷോർട്ട് കട്ട് കീകൾ ഏതൊക്കെയാണെന്ന് കൂടി പറഞ്ഞിട്ട് പോവുക. Ctrl+X ആണ് കട്ട് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് കട്ട് പോലെ അല്ലേ? അതുപോലെ Ctrl+X എന്നുള്ളതാണ് കട്ട് എന്ന് പറയുന്നത്. C എന്നാണ്. Ctrl+C ആണ് കോപ്പി എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. Ctrl+C ഫോർ കോപ്പി എന്നുള്ള ഓർത്ത് വെക്കാലോ. പക്ഷെ Ctrl+V ആണ് എന്ത് വരുന്നത്? പേസ്റ്റ്. Ctrl+V ആണ് പേസ്റ്റ്. Ctrl+A എന്താണ്? സെലക്ട് ഓൾ. Ctrl+H റീപ്ലേസ്. Ctrl+F ഫൈൻഡ്. Ctrl+G ഗോ ടു. Ctrl+Z അൺഡു. Ctrl+Y റീഡു. Alt+F4 എന്താണ്? എക്സിറ്റ് ആണ്. F5 എന്താണ്? റിഫ്രഷ് ആണ്. F2 റീനെയിം ദ സെലക്ടഡ് ഐറ്റം ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇൻപുട്ട് ഉപകരണം പറഞ്ഞു കീബോർഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ എന്താണ്? മൗസ് ആണ്. രണ്ടാമത്തത് മൗസ്. പിന്നെ ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീന്, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോണ്, സ്കാനർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അതായത് OMR, ബാർകോഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, മോഡം എന്നിവയൊക്കെയാണ് എന്തിൽ വരുന്നത്? ഇൻപുട്ട് ഉപകരണങ്ങളിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഔട്ട്പുട്ട് ഉപകരണങ്ങളും കൂടി നോക്കാം. ഔട്ട്പുട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം മോണിറ്റർ ആണ്. മോണിറ്ററിലൂടെയാണെന്നല്ലോ നമ്മൾ കാണുന്നത്. മോണിറ്ററിൽ തന്നെ വിവിധ തരം മോണിറ്ററുകൾ ഏതൊക്കെയാണ്? CRT എന്ന് പറയുന്ന കാഥോഡ് റേ ട്യൂബ് CRT എന്നതും, LCD എന്ന് പറയുന്ന ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന LCD മോണിറ്ററും, LED മോണിറ്റർ ഏതാണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്ന LED മോണിറ്ററും, പ്ലാസ്മ മോണിറ്ററുകൾ, പിന്നെ OLED എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകൾ, പിന്നെ LCD പ്രൊജക്ടർ, പ്രിന്റർ. പിന്നെ ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? സോറി, ഔട്ട്പുട്ടിൽ വേറെ ഏതൊക്കെയാണ് വരുന്നത്? മോണിറ്റർ കഴിഞ്ഞാൽ പ്രിന്റർ വരുന്ന. പ്രിന്ററിൽ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ പ്രിന്റർ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? പ്രിന്ററുകളിൽ തന്നെ പലതരം പ്രിന്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പ്ലോട്ടർ വരുന്നുണ്ട്.
പ്ലോട്ടർ വരുന്നുണ്ട്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. ഇനി നമുക്ക് വിവിധ തരം പ്രിന്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിവിധ തരം പ്രിന്ററുകൾ: ഇമ്പാക്ട് പ്രിന്റർ ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ പ്രിന്റ് യാന്ത്രിക വിദ്യ ഉപയോഗിക്കുന്നതിനാണ് ഇമ്പാക്ട് പ്രിന്ററുകൾ ഉപയോഗിക്കുന്നത്. ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകൾ ഇവയിൽ ഉൾപ്പെടുന്നു. നമ്മൾ പറഞ്ഞു ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്രിന്റർ ആണ് എന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ഇമ്പാക്ട് പ്രിന്ററുകൾ ഏതൊക്കെയാണ്? ലൈൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ക്യാരക്ടർ പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ എന്നിവയൊക്കെയാണ് പ്രധാന ഇമ്പാക്ട് പ്രിന്ററുകൾ. നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതൊക്കെയാണ്? അവ പേപ്പറിൽ തൊടാതെ പ്രിന്റ് ചെയ്യുന്നതിനെയാണ് നോൺ ഇമ്പാക്ട് പ്രിന്ററുകൾ എന്ന് പറയുന്നത്. ലേസർ പ്രിന്റർ. ഓക്കെ, ഏതാണ് വരുന്നത്? ലേസർ പ്രിന്റർ ആണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് മെമ്മറി എത്ര തരം മെമ്മറി ഉണ്ട്? 2 തരം മെമ്മറി ഉണ്ട്. പ്രാഥമിക മെമ്മറിയും ദ്വിതീയ മെമ്മറിയും. അതിൽ പ്രാഥമിക മെമ്മറിയിൽ 3 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്? റാം, റോം, ക്യാഷ് മെമ്മറി. അതിൽ റാം എന്ന് പറയുന്നത് ഒരു അസ്ഥിര മെമ്മറിയാണ്. റാം എപ്പോൾ വേണമെങ്കിൽ വരാൻ പോവാം, പക്ഷെ റോം അവിടെ സ്ഥിരമാണ്. റോം എന്നുള്ളത് നമ്മളൊരു പുണ്യസ്ഥലം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കില്ല. അപ്പൊ റോം അവിടെ തന്നെ ഉണ്ടാവും. പറഞ്ഞാൽ റോം എന്താണ്? സ്ഥിരമാണ്. റാം എന്ന് പറയുന്നത് എന്താണ്? ഒരു അസ്ഥിര മെമ്മറിയാണ്. റോം എന്നത് ഒരു സ്ഥിര മെമ്മറിയാണ്. അതുപോലെ എന്താണ് ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്? പ്രോസസ്സറിന്റെയും റാമിന്റെയും ഇടക്കുള്ള ചെറുതും വേഗതയുമേറിയ മെമ്മറിയാണ് എന്ത് പറയുന്നത്? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ദ്വിതീയ മെമ്മറിയിൽ പലതരം വരുന്നുണ്ട്. നമുക്കറിയാം ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, അതുപോലെ നമ്മുടെ USB ഫ്ലാഷ് ഡ്രൈവ്, DVD, CD അവയൊക്കെ ദ്വിതീയ മെമ്മറികളിൽ വരുന്നതാണ്. ഓക്കെ, ദ്വിതീയ മെമ്മറികളിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് ആണ്. അത് നമുക്ക് നെറ്റ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഒരു നിബിൾ എന്നാൽ 4 ബിറ്റ് ആണ്. ഒരു ബൈറ്റ് പറഞ്ഞാൽ എന്താണ്? 8 ബിറ്റ്സ് ആണ്. ഒരു ബൈറ്റ് 8 ബിറ്റ്സ് ആണ്. ഒരു ബൈറ്റ് 8 ബിറ്റ്സ് ആണ്. ഒരു KB എത്രയാണ്? 1024 ബൈറ്റ്സ് ആണ്. 1024 ബൈറ്റ്സ് ആണ് ഒരു KB എന്ന് പറയുന്നത്. ഒരു MB എന്ന് പറയുന്നത് 1024 KB ആണ്. ഇനിയൊക്കെ 1024 തന്നെയാണ് കേട്ടോ. ഒരു MB 1024 KB, ഒരു GB 1024 MB. നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, 1024 ബൈറ്റ്സ് എത്രയാണ്? ഒരു KB. 1024 KB എത്രയാണ്? ഒരു MB. 1024 MB എത്രയാണ്? ഒരു GB. 1024 GB എത്രയാണ്? ഒരു TB. 1024 TB എത്രയാണ്? ഒരു PB. അപ്പൊ നോക്കാം, KB, MB, GB, TB, PB. ഓക്കെ, KB, MB, GB, TB, PB എന്നിവയാണ് ഓക്കെ അതിൽ വരുന്നത്. അടുത്തത് വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. പാൻ പറഞ്ഞ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പാൻ പറഞ്ഞ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ പറഞ്ഞ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ പറഞ്ഞ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്ന് പറഞ്ഞ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇനി സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ആദ്യത്തെ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്ന പേരാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത്. ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് അഡ ലവ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണുള്ളത്. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷാ പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്നിവയാണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ഉപഭോക്താവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ഉപഭോക്താവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ഘടകങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് എന്താണ്? ഭാഷാ പ്രോസസ്സറും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും ആണ് ഉള്ളത്. ഓക്കെ, അതിൽ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ധർമ്മം എന്താണ്?
പ്രോസസ്സ് കൈകാര്യം ചെയ്യുക, മെമ്മറി കൈകാര്യം ചെയ്യുക, ഫയലുകൾ കൈകാര്യം ചെയ്യുക, ഡിവൈസ് കൈകാര്യം ചെയ്യുക എന്നിവയൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ധർമ്മങ്ങളിൽ വരുന്നത്. ഓക്കെ, അത് ഭാഷാ പ്രോസസ്സർ പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താൻ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ഭാഷ ഉപഭോക്താവിന് ആശയമായി വരുന്നു. അപ്പൊ കമ്പ്യൂട്ടർ ഭാഷകളെ ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ, ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും ലോ ലെവൽ ലാംഗ്വേജ് എന്നും കമ്പ്യൂട്ടർ ഭാഷയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ ലോ ലെവൽ ലാംഗ്വേജിലുള്ള കമ്പ്യൂട്ടർ ഭാഷ അതിന് എന്തറിയപ്പെടുന്നു? യന്ത്രാധിഷ്ഠിത ഭാഷ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് എന്നിവ എന്താണ്? ലോ ലെവൽ കമ്പ്യൂട്ടർ ഭാഷകളാണ്, ലാംഗ്വേജ് ആണ്, ലോ ലെവൽ ലാംഗ്വേജുകളാണ്. ഓക്കെ, അടുത്തത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പറഞ്ഞാൽ എന്താണ്? പതിവ് ജോലികളും സിസ്റ്റം പരിപാലന ജോലികളും നിർവഹിക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് എന്ത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ആവശ്യത്തിനായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ഗൂഗിളിന്റെ സ്ഥാപകൻ ആരാണ്? ലാറി പേജ്, സാർഗി ബ്രിൻ എന്നിവരാണ്. അപ്പൊ ഗൂഗിളിന്റെ സ്ഥാപകനാണ് ലാറി പേജ്, സെർഗി ബ്രിൻ എന്ന് പറയുന്നത്. അതിന്റെ ആപ്തവാക്യം എന്താണ്? ഡോണ്ട് ബി എവിൾ എന്നാണ്. ഗൂഗിൾ ആരംഭിച്ച വർഷം 1998 ഗൂഗിൾ ആരംഭിച്ചത്. ഓക്കെ, ഇനി സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ് ഈ ഗൂഗിൾ, യാഹൂ, ആൾട്ടാ വിസ്റ്റ, ബിങ്, AOL, ബൈഡു എന്നിവയൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിനുകളാണ് കേട്ടോ. അതിലാണ് നമ്മൾ ഗൂഗിളിന്റെ പേരൊക്കെ പറഞ്ഞത്. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർച്ചി ആണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിനാണ് ഗുരുജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പാന്, ലാന്, മാന്, വാന് ഒക്കെ പറഞ്ഞു. അപ്പൊ പാന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ചെറിയ ഒരു റൂമിനുള്ളിലോ കെട്ടിടത്തിനുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതാണ് പറഞ്ഞു. അതൊരു 10 മീറ്റർ പരിധിയിലുള്ളവയാണ് പാൻ എന്ന് പറയുന്നത്. ലാൻ എന്ന് പറയുന്നത് ഏതാനും മീറ്റർ മുതൽ കിലോമീറ്റർ വരെയുള്ള ദൂരം ത്തിലുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതാണ്. ഇവ രണ്ടിനും ചെലവ് എന്ന് പറയുന്നത് കുറവാണ്. മാൻ എന്ന് പറയുന്നത് എന്താണ്? നഗരപരിധിയിലുള്ളതാണ്, മെട്രോപൊളിറ്റൻ എന്ന് നമ്മൾ പറയുന്നത് നഗരപരിധിയിലുള്ളവയെ ബന്ധിപ്പിക്കുന്നതും. വാൻ എന്ന് പറയുന്നത് രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ലോകം മൊത്തമുള്ളതാണ് വാൻ എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇമെയിലിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സാമുവൽ ടോൺലിസൺ ആണ്. സാമുവൽ ടോൺലിസൺ ആണ് ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് എന്താണ്? IT ആക്ട് 2000 നിലവിൽ വന്നപ്പോഴാണ്. 2000 ഒക്ടോബർ 17-നാണ് IT ആക്ട് 2000 നിലവിൽ വന്ന്. ആ സമയത്ത് ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? KR നാരായണനും. ആ ടൈമിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് AP വാജ്പേയിയുമാണ്. അപ്പൊ IT ആക്ട് 2000 13 അധ്യായവും 94 വകുപ്പുകളും 4 പട്ടികകളുമാണ് ഉള്ളത്. ഇനി നമുക്ക് IT ആക്ടിലെ ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്രൈംസിനെ കുറിച്ച് നോക്കാം. അതിന്റെ പേരുകൾ നോക്കാം. ഫിഷിംഗ് പറഞ്ഞാൽ എന്താണ്? ഫിഷിംഗ് പറഞ്ഞാൽ എന്താണ്? അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം വ്യാജമായി ചോർത്തിയെടുത്ത് ഉപയോഗിക്കുകയാണ്. മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡും എല്ലാം ചോർത്തിയെടുക്കുക. നമ്മളൊരു ഫിഷിംഗ് നടത്തുന്ന പോലെ മെല്ലെ അവരറിയാതെ തന്നെ ചോർത്തിയെടുത്ത് ഉപയോഗിക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്കോട്ടിംഗ് പറഞ്ഞാൽ എന്താണ്? ഔദ്യോഗികമായോ ആധികാരികമായോ വെബ്സൈറ്റുകൾ എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി വിലാസങ്ങളും തയ്യാറാക്കുന്ന രീതിയാണ് എന്ത് പറയാ? സൈബർ സ്കോട്ടിംഗ് എന്ന് പറയാം. സൈബർ പോണോഗ്രാഫി പറഞ്ഞാൽ എന്താണ്? പോണോഗ്രാഫി പറഞ്ഞാൽ നമുക്കറിയാം അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന തുടങ്ങിയ പ്രവർത്തനങ്ങളെയാണ് സൈബർ പോണോഗ്രാഫി എന്ന് പറയാം. ക്രാക്കിംഗ് പറഞ്ഞാൽ നശിപ്പിക്കുന്നതിനെയാണ്. ക്രാക്ക് ചെയ്യുക, നശിപ്പിക്കുക. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് വിലക്കപ്പെട്ട രഹസ്യമായ രേഖകളും വിവരങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. സലാമി അറ്റാക്ക് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. ഇമെയിൽ ബോംബ് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരുപോലുള്ള മെസ്സേജുകൾ തുടർച്ചയായി അയച്ച് അവയെ നശിപ്പിക്കുന്നതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയാം. ഇമെയിൽ പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഇമെയിൽ സ്വീകരിക്കുന്ന ആളെ തെറ്റിദ്ധരിപ്പിക്കുവാനായി തെറ്റായ ഇമെയിൽ ID നിന്ന് ഇമെയിൽ അയക്കുന്നതിനാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോ കമ്പ്യൂട്ടറിന്റെ ഒരുവിധം ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ കുറച്ച് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ശരിക്കും ഇതിൽ ഇനിയും IT നിയമങ്ങൾ, അതിന്റെ കുറ്റങ്ങളോ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എടുക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് അതിനനുസരിച്ച് നീണ്ടുപോകുമ്പോഴാണ്
ക്ലാസ്സിൽ ചിലതെങ്കിലും വരുമെന്ന് തോന്നിയ ചില ഭാഗത്തു നിന്ന് മാത്രം ഞാൻ നോട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലേക്കും കൂടി പോകാം. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ് PC മഹലാനോബിസ് എന്ന് പറയുന്നത്. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, PC മഹലാനോബിസ്. ഓക്കെ, നമുക്ക് എപ്പോഴും ആസൂത്രണവും സ്റ്റാറ്റിസ്റ്റിക്സും മാറും. ആസൂത്രണത്തിന്റെ എം വിശ്വേശ്വരയ്യയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ PC മഹലാനോബിസുമാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണ്? 1950 ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് വന്ന കുറച്ച് പ്ലാനും പദ്ധതികളും നോക്കാം. ഓക്കെ, ബോംബെ പദ്ധതി എപ്പോഴാണ്? 1944 ജനകീയ പദ്ധതിയുടെ വക്താവ് ആരാണ്? MN റോയ്. ജനകീയ പദ്ധതി MN റോയ്. ഗാന്ധിയൻ പദ്ധതി എപ്പോഴാണ്? 1944 തന്നെയാണ് ഗാന്ധിയൻ പദ്ധതിയും വന്നിട്ടുണ്ടായിരുന്നത്. SN അഗർവാൾ ആയിരുന്നു ഗാന്ധിയൻ പദ്ധതിയുടെ പിതാവ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വക്താവ് ആരാണ്? JC കുമരപ്പ. സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യ വ്യാവസായിക നയം എപ്പോഴായിരുന്നു? 1948 വ്യാവസായിക നയമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യ വ്യാവസായിക നയം എന്ന് പറയുന്നത്. സർവോദയ പദ്ധതി ആരുടെയാണ്? ജയപ്രകാശ് നാരായണന്റേതാണ്. ജനകീയ പദ്ധതി MN റോയുടെയും സർവോദയ പദ്ധതി ജയപ്രകാശ് നാരായണന്റേതുമാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 1950 മാർച്ച് 15 എന്ത് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹി ആയിരുന്നു. അവസാനത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ആസൂത്രണ കമ്മീഷന് പകരം വന്നിട്ടുള്ള ഏതാണ്? നീതി ആയോഗ് ആണ്. ഓക്കെ, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് പറയുന്ന ആരാണ്? PC മഹലാനോബിസ് ആണ്. ഓക്കെ, PC മഹലാനോബിസ് ആണ്. ഇനി നമുക്ക് കുറച്ച് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചിട്ടും നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ പോലെ ഹരിത വിപ്ലവം എന്നിവയെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, പഞ്ചവത്സര പദ്ധതി പറയുമ്പോൾ എപ്പോഴാണ് പഞ്ചവത്സര പദ്ധതി? ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 1951 മുതൽ 56 വരെയായിരുന്നു. അവയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ് ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയായിരുന്നു. വ്യാവസായിക മേഖലയ്ക്കാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തു. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെയാണ്. ഒരു 3 കൊല്ലത്തെ വ്യത്യാസത്തോടെയാണ് തുടങ്ങിയത്. സ്ഥിരതയോട് കൂടിയുള്ള വളർച്ചയ്ക്കാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം എന്നിവയ്ക്കും. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ്. കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നിവയ്ക്കും. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 90 വരെയാണ്. തൊഴിലവസരങ്ങളുടെ വർധനവ്, ആധുനികവൽക്കരണം എന്നിവയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തു. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെയാണ്. മാനവ വിഭവശേഷി വികസനം. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയാണ്. ഗ്രാമീണ വികസനം. വികേന്ദ്രീകൃത ആസൂത്രണം. അപ്പോൾ വികേന്ദ്രീകൃത ആസൂത്രണം എപ്പോഴാണ്? ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. പത്താം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. പട്ടിണി നിർമ്മാർജ്ജനം, മൂലധന നിക്ഷേപ വർധനവ്. 11ആം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 12 വരെ. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, സമഗ്ര വികസനം. 12ആം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിര വികസനം. അപ്പൊ 12 സുസ്ഥിര വികസനം, 9 വികേന്ദ്രീകൃത ആസൂത്രണം, 4 സ്ഥിരതയോട് കൂടിയ വളർച്ച എന്നിങ്ങനെയാണ്. അപ്പൊ നമുക്ക് അവയെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയോ മഹലാനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965-66 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നിവ നടന്നത് ഈ പഞ്ചവത്സര കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? ഫെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഹോളിഡേ പ്ലാൻ എന്ന് പറയുന്ന 1966, 67, 67, 68,
68 മുതൽ 69 വരെ എന്നിങ്ങനെ ഈ 3 വർഷങ്ങളിൽ വാർഷിക പദ്ധതികളാണ് അവർ നടപ്പിലാക്കിയത്. പ്ലാൻ ഹോളിഡേ എന്ന പേരിൽ വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. 4ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ മോഡൽ എന്നാണ്. അപ്പോൾ 1 ഹരോൾഡ് ഡോമർ, 2 മഹലാനോബിസ്, 3 ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ, 4 ഗാഡ്ഗിൽ മോഡൽ എന്നാണ്. 4 ഗാഡ്ഗിൽ മോഡൽ. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരായിരുന്നു? DP ദർ ആയിരുന്നു. 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് പറയുന്നത്? ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ഗരീബി ഹട്ടാവോ എന്നത് ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യമാണ്. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്തുണ്ടായത്? നബാർഡ് സ്ഥാപിതമായത് 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നത് 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ശക്തിപ്പെടുത്തിയ 73ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത്. ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50ാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. 10ല് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് 10 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ലെവലിൽ 10ാം പഞ്ചവത്സരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്. 11 എന്താണ്? വിദ്യാഭ്യാസ പദ്ധതി. 11 വിദ്യാഭ്യാസ പദ്ധതിയാണ്. 11. 12 എന്ന് പറയുന്നത് അവസാനത്തെ പദ്ധതിയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ആസൂത്രണ കമ്മീഷൻ പോയിട്ട് നീതി ആയോഗ് വന്നു. അതുകൊണ്ട് ആ പഞ്ചവത്സര പദ്ധതി നിർത്തി നീതി ആയോഗ് കൊണ്ടുവന്നു. പിന്നീടുള്ളതൊക്കെ പഞ്ചവത്സര പദ്ധതികൾ അവസാനിപ്പിക്കുകയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നിന്റെയും വികസനം ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കും, 2ാമത്തെ വ്യവസായത്തിനും, 3ാമത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, 4 സ്ഥിരത കൂടിയ വളർച്ച, 5 എന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 6 കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി, 7 ആധുനികവൽക്കരണം തൊഴിലവസര വർധനവ്, 8 മാനവശേഷി വികസനം, 9 ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണവും, 10 മൂലധന നിക്ഷേപം, 11 മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം, 12 സുസ്ഥിര വികസനം എന്നിവയൊക്കെയാണ് എന്തിൽ വരുന്നത്? പഞ്ചവത്സര പദ്ധതികളിൽ വരുന്നത്. ഓക്കെ, ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന 1956 വ്യാവസായിക നയപ്രമേയമാണ്. ഈ വ്യാവസായിക നയം വ്യവസായങ്ങളെ 3ആയി തരംതിരിച്ചു. എന്നാണ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായം, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വ്യവസായം, അവശേഷിക്കുന്ന മറ്റു തരത്തിലുള്ള സ്വകാര്യ വ്യവസായം എന്നിങ്ങനെയായിരുന്നു. ഇനി നമുക്ക് ഈ 3ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞപ്പോൾ കുറച്ച് പ്ലാൻ ഹോളിഡേയ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. പ്ലാൻ ഹോളിഡേയ്സ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതുപോലെ തന്നെ 3ാം പഞ്ചവത്സര പദ്ധതികളിലാണ് എന്തുണ്ടാക്കിയത്? അതിന്റെ ഇടയിലാണ് 61 മുതൽ 66 വരെയാണ് 3ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഹരിത വിപ്ലവം വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ത് വന്നത്? ഹരിത വിപ്ലവം വന്നത്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ചൈന യുദ്ധം വന്നത്, ഇന്ത്യ പാക് യുദ്ധം വന്നത് ഒക്കെ 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തെ ആരംഭിച്ചപ്പോഴാണ് 1965ലാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം 1965ലാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇവ കൊണ്ടുവന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? കാർഷികോൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നൽകി, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനി, കുറഞ്ഞ നിരക്കിലുള്ള പലിശയിലുള്ള സാമ്പത്തിക സഹായം എന്നിവയെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടം എങ്ങനെയാണ്? 1ാം ഘട്ടം എന്ന് പറയുന്നത് 1960 മുതൽ 70 വരെയും, ഹരിത വിപ്ലവം തുടങ്ങിയത് 1965ലാണ്. 60 മുതൽ 70 വരെയും. 2ാം ഘട്ടം 70 മുതൽ 80 വരെയുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാക്കിയ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് നെല്ലും ഗോതമ്പുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഏതാണ്? ഗോതമ്പായിരുന്നു. നമ്മൾ പറഞ്ഞ 3ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞതിന് ശേഷം പ്ലാൻ ഹോളിഡേ വന്നു എന്ന് പറഞ്ഞു. പ്ലാൻ ഹോളിഡേ വന്നു പറഞ്ഞു. അത് 1966 മുതൽ 69 വരെയായിരുന്നു. ഓരോരോ വർഷമായിട്ട് പ്ലാൻ ഹോളിഡേ ആണ്. വാർഷിക പദ്ധതി എന്നാണ് പറയുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു.
അതുപോലെ റോളിംഗ് പ്ലാൻ വന്നത് എപ്പോഴായിരുന്നു? 5ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമായിരുന്നു റോളിംഗ് പ്ലാൻ വന്നത്. ജനതാ സർക്കാരാണ് 1977-78 5ാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കിയിട്ട് 78-80 കാലഘട്ടത്തിൽ ഒരു പദ്ധതി ആരംഭിക്കുകയും അതിനെ റോളിംഗ് പ്ലാൻ എന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. റോളിംഗ് പ്ലാൻ എന്ന് വിളിച്ചത് അതിന്റെ അങ്ങനെ ഒരു ആശയം ആദ്യമായി അവതരിപ്പിച്ച ആരാണ്? ഗുണ്ണാർ മിർഡർ ആണ്. ഗുണ്ണാർ മിർഡർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇതിനെക്കുറിച്ച് ഉൾക്കൊള്ളിച്ച പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്നത്. എന്താണ് ഹിന്ദു വളർച്ചാ നിരക്ക് പറയുന്നത്? 1950 മുതൽ 80 വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ആയിരുന്നു. വളർച്ചാ നിരക്ക് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദത്തെ ഹിന്ദു വളർച്ചാ നിരക്ക് എന്നാണ് അറിയപ്പെടുന്നത്. രാജ് കൃഷ്ണയാണ് ഈ പ്രത്യേക പദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ആരാണ്? രാജ് കൃഷ്ണയാണ്. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്തുണ്ടായിരുന്നത്? 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. 1980 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം ഉണ്ടായിരുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം പറയുന്നുള്ളൂ. 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയുടെ കാലത്തായിരുന്നു എന്ന് പറഞ്ഞു. വേ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇവയുടെ ലക്ഷ്യം എന്തായിരുന്നു? ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം, വികേന്ദ്രീകരണ ആസൂത്രണം, ഗ്രാമവികസനം, പ്രാഥമികാരോഗ്യം. ഇടയ്ക്കൊരു എക്സാമിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തെ കുറിച്ച് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 9ാം പഞ്ചവത്സര പദ്ധതി വികേന്ദ്രീകൃത ആസൂത്രണത്തെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചിട്ടും 9ാം പഞ്ചവത്സര പദ്ധതി പറയുന്നുണ്ട്. അതുപോലെ 10ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ കേരള മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ കാലത്ത് പ്രധാനമന്ത്രി വാജ്പേയി, മൻമോഹൻ സിംഗ് എന്നിവരായിരുന്നു. വാജ്പേയി ആയിരുന്നു, അതിനുശേഷം മൻമോഹൻ സിംഗും ആയിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു 10 പേർക്ക് തൊഴിൽ നൽകുക എന്ന് പറഞ്ഞു. അതാണ് തൊഴിലുറപ്പ് നിയമം വന്നത്. ദേശീയ തൊഴിലുറപ്പ് നിയമം വന്നതും 10ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തായിരുന്നു. 11 പറയുന്നത് എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അവസാനത്തെ 12ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതി. അതോടെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അവസാനിപ്പിച്ചു. അതിനുശേഷം എന്ത് നിലവിൽ വന്നു? നീതി ആയോഗ് നിലവിൽ വന്നു. നീതി ആയോഗ് എപ്പോഴാണ് വന്നത്? 2015 ജനുവരി 1 കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയത്തിലൂടെയാണ് നീതി ആയോഗ് എന്നത് നിലവിൽ വന്നത്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നാണ് നീതി ആയോഗ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നാണ് നീതി ആയോഗ് അറിയപ്പെടുന്നത്. അതുപോലെ നീതി ആയോഗിന് ഫണ്ട് അനുവദിക്കുന്നതിൽ ഒരു പങ്കുമില്ല. ആസൂത്രണ കമ്മീഷനും നീതി ആയോഗും തമ്മിലുള്ള വ്യത്യാസത്തിൽ ആസൂത്രണ കമ്മീഷനിൽ അതിനുള്ള അധികാരം ഉണ്ടായിരുന്നു, പക്ഷെ നീതി ആയോഗിന് അതിനുള്ള അധികാരമില്ല. ആസൂത്രണ കമ്മീഷൻ മേൽത്തട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പറഞ്ഞാൽ നീതി ആയോഗ് താഴെ മുതലുള്ളവയ്ക്കാണ് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള സമത്വമായിട്ടുള്ള ഒന്നിനാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏകദേശം അംഗങ്ങളായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര്, പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷൻ, പിന്നെ കുറച്ച് സ്ഥിരം അംഗങ്ങൾ, 4 ഔദ്യോഗിക അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ, അങ്ങനെ ഭരണഘടന നോക്കുന്ന ഇന്ത്യ സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെയുള്ള അംഗങ്ങളായിരുന്നു നീതി ആയോഗിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ദേശീയ വരുമാനത്തെ കുറിച്ച് നോക്കാം. ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ശാസ്ത്രീയമായി ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് VKRV റാവു. ശാസ്ത്രീയമായി. ഔദ്യോഗികമായി കണക്കാക്കിയത് മഹലാനോബിസ്. അപ്പോൾ ഫസ്റ്റ് ദാദാഭായ് നവറോജി, ശാസ്ത്രീയമായി VKRV റാവു, ഔദ്യോഗികമായി മഹലാനോബിസ് എന്നിവരായിരുന്നു. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നിങ്ങനെ 3 എണ്ണമാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ പെടില്ല. എന്താണ്? വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ പെടില്ല. അതുപോലെ സ്വന്തം ഉപഭോക്താവിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കില്ല. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പല സാധനങ്ങളും ദേശീയ വരുമാനത്തിൽ പെടത്തില്ല. ഇനി ദേശീയ വരുമാനത്തിന്റെ കുറച്ച് ആശയങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം GDP, GNP, NDP, NNP, മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്, റിയൽ GDP, നോമിനൽ GDP, GDP ഡിസ്പ്ലേറ്റർ, ഇവയ്ക്ക് എന്തൊക്കെയാണെന്ന് ചെറുതായി
നമുക്കറിയാം GDP പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന്റെ അതിർത്തിയിൽ, രാജ്യം നമ്മുടെ ഇന്ത്യക്കുള്ളിലുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിനാണ് എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. GDP എന്ന് പറയുന്നത് അതിൽ ഇന്ത്യയുടെ അതിർത്തിയായി വരുന്ന സമുദ്ര അതിർത്തിയും ഉൾപ്പെട്ടുകൊണ്ടാണ് ആ GDP-യിൽ വരുന്നത്. പക്ഷെ എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ ആൾക്കാരുടെ വരുമാനം ഇന്ത്യൻ GDP-യിൽ പെടില്ല. അപ്പൊ ഇന്ത്യക്കുള്ളിൽ മാത്രമാണ്. പക്ഷെ ഇന്ത്യക്കാർ പോയിട്ട് വിദേശത്ത്, നമുക്കറിയാം കുറെ പ്രവാസികൾ പോയി ജോലി എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്തിന് വരില്ല? GDP-യിൽ വരത്തില്ല. അപ്പൊ GNP പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ ആളുകൾക്കും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം കൂടി ചേർന്നതാണ് GNP എന്ന് പറയുന്നത്. എന്താണ് GNP എന്ന് പറയുന്നത്? GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ GDP-യിൽ എന്ത് പെടില്ല? വിദേശത്തുള്ള നമ്മുടെ പ്രവാസികളുടെ പണം പെടില്ല പറഞ്ഞു. അപ്പൊ GNP-യിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രവാസികളുടെയും കൂടി പണം ഉൾപ്പെടുത്തും. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്നും ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് വരുമാനം കുറയ്ക്കും. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് GDP-യും നമ്മുടെ വിദേശത്ത് നിന്ന് വരുന്ന പണവും കൂടി കൂട്ടിയാൽ വലിയ ഒരു അളവാകും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കുള്ള GDP കണക്കാണോ? അല്ല. കാരണം നമ്മുടെ വിദേശത്ത് നിന്ന് വരുന്ന നമ്മുടെ പ്രവാസികളുടെ പണം കൂട്ടുന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന പണം കൂടി കുറയ്ക്കണം. അങ്ങനെയാണ്, അതിനെയാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അവിടുന്ന് വരുന്ന പണവും കൂട്ടുന്നതിനോടൊപ്പം ഇവിടുന്ന് പോകുന്ന പണം കുറയ്ക്കുക കൂടി ചെയ്യുന്നതിനാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ GDP GNP ആക്കാൻ എന്ത് ചെയ്യണം? GDP കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടണം. അപ്പൊ ആ GDP D മാറ്റാൻ കൂടിയിട്ട് N എന്ന് തുടങ്ങുന്ന നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടണം. അപ്പോൾ എന്താവും? GNP എന്നാവും. അതുപോലെ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്താണ് NDP എന്ന് പറയുന്നത്? നമ്മൾ GDP GNP എന്നാണ് പഠിച്ചു. NDP എന്താണ്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുന്നതിനെയാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതായത് തേയ്മാനം പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങി, അതിന്റെ ടയർ തേയില്ലേ? കുറേ കാലം ഓട്ടിട്ടിരുന്ന തേയില്ല. അതുപോലെ ഒരു മെഷീൻ വാങ്ങി, അത് കുറേ കാലം ഉപയോഗിച്ച് അത് തേയും. നമ്മൾ ഒരു ചെരുപ്പ് വാങ്ങി, അതും കുറേ കാലം ഉപയോഗിച്ച് തേയൂലേ? അതുപോലെ കമ്പ്യൂട്ടർ, വാഹനം, യന്ത്ര സാമഗ്രികൾ തുടങ്ങിയ സാധനങ്ങളുടെ കാലപ്പഴക്കത്തിനനുസരിച്ച് അവയുടെ മൂല്യത്തിൽ കുറവ് വരും. അങ്ങനെയുള്ള കുറവിനെയാണ് എന്ത് പറയുന്നത്? തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങി, അത് സെക്കൻഡ് ഹാൻഡിൽ വിൽക്കുമ്പോൾ നമുക്ക് ആ വാങ്ങിയ വില ഒരിക്കലും കിട്ടില്ല, അല്ലെ? അപ്പൊ ആ കുറഞ്ഞു പോകുന്ന ഒരു ചെലവുണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ NDP എന്ന് പറയുന്നത് എന്താണ്? GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. ആ D അവിടെ തന്നെ നിൽക്കിയിട്ട് G ആണ് മാറുന്നത്. അപ്പൊ NDP GDP ആക്കാൻ GDP NDP ആക്കാൻ GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കണം. അതുപോലെ NDP GDP ആക്കാൻ എന്ത് കാട്ടണം? NDP പ്ലസ് ഡിപ്രീസിയേഷൻ ചെയ്ത GDP-യും GDP മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്ത NDP-യും കിട്ടും. അപ്പൊ NNP എന്താണ്? NNP GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കുന്നതാണ് NNP എന്ന് പറയുന്നത്. അപ്പൊ GDP കൂടെ നമ്മൾ പറഞ്ഞു GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ് GNP എന്ന് പറയുന്നത്. GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ് GNP എന്ന് പറയുന്നത്. NDP പറഞ്ഞാൽ എന്താണ്? GDP മൈനസ് ഡിപ്രീസിയേഷൻ, നമ്മുടെ തേയ്മാന ചെലവ് കുറച്ചാലാണ് NDP കിട്ടുക. NNP എങ്ങനെയാണ്? GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ, തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോഴാണ് NNP എന്ന് കിട്ടുക. ഓക്കെ, ഇത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തെറ്റിപ്പോകുന്നതാണ് ഇത്. അതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത മാർക്കറ്റ് പ്രൈസ് ആൻഡ് പിന്നെ ഫാക്ടർ കോസ്റ്റ്, ഇവയും കൂടി നോക്കാം. എന്താണ് മാർക്കറ്റ് പ്രൈസ്, എന്താണ് ഫാക്ടർ കോസ്റ്റ്? ദേശീയ വരുമാനം അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ആശയങ്ങളും നമ്മുടെ മാർക്കറ്റ് പ്രൈസ് പിന്നെ ഫാക്ടർ കോസ്റ്റ് രൂപത്തിൽ പറയാറുണ്ട്. ഓക്കെ, ഘടകവിലയിൽ നിന്നും, ഘടകവില പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ കോസ്റ്റിൽ നിന്നും സബ്സിഡി കുറയ്ക്കുകയും
പരോക്ഷ നികുതി കൂട്ടുകയും ചെയ്താൽ കിട്ടുന്നതാണ് കമ്പോള വില എന്ന് പറയുന്നത്. അതായത് ഫാക്ടർ കോസ്റ്റിൽ നിന്നും സബ്സിഡി കുറച്ചിട്ട് നികുതി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്താണ് കമ്പോള വില. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുന്നു, ആ സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 10 രൂപ ചെലവായി എന്ന് വെച്ചോ. ആ 10 രൂപ ചെലവായി നമുക്ക് 2 രൂപ അവിടെ എന്ത് കിട്ടി, സബ്സിഡി കിട്ടി. അപ്പൊ കുറച്ചു, അപ്പൊ 8 രൂപയായി. പക്ഷെ നമുക്ക് അത് വിൽക്കണം പറഞ്ഞാൽ ഒരു രൂപ എന്ത് കൊടുക്കണം, GST ടാക്സോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കൂട്ടിയിട്ട് കൊടുക്കുന്ന 9 രൂപ എന്ന് പറയുന്നതാണ് എന്ത്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പേന ഉണ്ടാക്കാൻ നമുക്ക് 2 രൂപയായി. ആ പേന നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എത്ര എടുക്കുക, 5 രൂപയ്ക്കാണെന്ന് പറയുന്നത്. ആ 5 രൂപയ്ക്ക് കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ 2 രൂപയാണ് ഫാക്ടർ കോസ്റ്റ്, ആ 5 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് സബ്സിഡി കുറച്ചിട്ട് നികുതി കൂട്ടുന്നതിനെയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ GDP ഫാക്ടർ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ഈ സബ്സിഡി കൂട്ടിയിട്ട് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് സബ്സിഡി കുറച്ചിട്ട് ടാക്സ് കൂട്ടുന്നതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ GDP ഫാക്ടർ കോസ്റ്റ്, GDP മാർക്കറ്റ് പ്രൈസ് എന്നിവയൊക്കെ എങ്ങനെ കണ്ടെത്തുക, GDP ഫാക്ടർ കോസ്റ്റ് എന്നിവ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. GDP ഫാക്ടർ കോസ്റ്റ് നമ്മൾ പറഞ്ഞു. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ടാക്സ് സബ്സിഡി മൈനസ് ചെയ്യുന്നതാണ്. ഇതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ GDP-FC കണ്ടുപിടിക്കാൻ, GDP-FC എങ്ങനെയാണ് കണ്ടുപിടിക്കുക, FC കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് ടാക്സ് സബ്സിഡി കുറച്ചാലാണ് മാർക്കറ്റ് പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കറ്റ് പ്രൈസ്, അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം എന്ത് വരുന്നത്, ഫാക്ടർ കോസ്റ്റ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ GDP-FC എങ്ങനെ കണ്ടുപിടിക്കാം, GDP മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് ടാക്സിൽ നിന്നും സബ്സിഡി കുറച്ച തുക 2 രൂപ എന്ന് വെച്ചാൽ ആ 2 രൂപ എന്തിൽ നിന്ന് കുറയ്ക്കണം, മാർക്കറ്റ് പ്രൈസിൽ നിന്നും കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഫാക്ടർ കോസ്റ്റ് കിട്ടുക. അതന്നെ എല്ലാത്തിലും വരുന്നത്. NDP-FC കണ്ടുപിടിക്കാൻ NDP-MP-യിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആയ, അതായത് ഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചത്. NDP-FC കണ്ടുപിടിക്കാൻ NDP-MP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി. NNP-MP കണ്ടുപിടിക്കാൻ എന്താണ്, NNP-FC പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഒക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. ദേശീയ വരുമാനം ഇതിൽ ചോദിക്കുന്ന ഒന്നാണ്. ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്താണ്, ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുക. എന്താണ് ദേശീയ വരുമാനം, NNP-FC ഇത് ചോദിച്ചിട്ടുണ്ട്. ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്താണ്, ഫാക്ടർ കോസ്റ്റ് ആണ്. NNP-FC ആണ്. NNP-FC എന്താണ്, NNP-FC എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റ്. ഈ ഫാക്ടർ കോസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ദേശീയ വരുമാനം, NNP-FC ആണ് ദേശീയ വരുമാനം. NNP-FC ആണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ് റിയൽ GDP, എന്താണ് നോമിനൽ GDP എന്ന് പറയാം. എന്താണ് നോമിനൽ GDP എന്ന് പറയുന്നത്, നാമമാത്രമായ GDP ആണ്. അതായത് നിലവിലുള്ള വർഷത്തിലെ വിലകളുടെ അടിസ്ഥാനത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കി ലഭിക്കുന്ന GDP. നിലവിൽ ഇപ്പോൾ ഒരു തുകയുണ്ടെങ്കിൽ അതിൻ്റെ വെച്ചിട്ട് ആ അടിസ്ഥാനത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കുന്നതാണ് നോമിനൽ GDP എന്ന് പറയുന്നത്, നാമമാത്രമായ GDP എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 2025-ലാണ്. അപ്പൊ ആ വർഷത്തെ വിലകൾ എടുത്തുകൊണ്ടാണ് നോമിനൽ GDP കണക്കാക്കുക എന്ന് പറയുന്നത്. അടുത്തത് യഥാർത്ഥ GDP എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ GDP പറഞ്ഞാൽ എന്താണ്, സ്ഥിര വിലകളുടെ അടിസ്ഥാനത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കി ലഭിക്കുന്ന GDP ആണ് യഥാർത്ഥ GDP എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വർഷത്തെ അടിസ്ഥാനമാക്കി കണക്കാക്കി ആ വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും റിയൽ GDP കണക്കാക്കുക.
അപ്പൊ എങ്ങനെയാണ് ഇതിന് മുമ്പ് ഒരു വർഷം അവർ കണക്കാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ വർഷത്തെ 2023 വെച്ചാൽ ഓക്കെ കറക്റ്റ് അല്ല, ഞാൻ വെറുതെ പറയുന്നുണ്ട്. 2023 ആണെങ്കിൽ ആ വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഈ വർഷത്തിൽ ഇപ്പൊ 2025 കണക്കാക്കുന്ന GDP ആണ് എന്തെന്ന് പറയുന്നത്, യാഥാർത്ഥ GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്? നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള അനുപാതത്തെയാണ് GDP ഡിഫ്ലേറ്റർ പറയുന്നത്. അതായത് നോമിനൽ GDP, ഇപ്പൊ നമ്മൾ 2025 GDP എടുത്തു. റിയൽ GDP പണ്ടത്തെ ഹരിച്ചു. എന്തുകൊണ്ട് ഹരിച്ചു? പണ്ടത്തെ GDP കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതിനെയാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. GDP ഡിഫ്ലേറ്റർ പണപ്പെരുപ്പത്തിന്റെ തോത് മനസ്സിലാക്കുന്നതിനും ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പണപ്പെരുപ്പത്തിന്റെ തോത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഡിഫ്ലേറ്റർ എന്ന് GDP ഡിഫ്ലേറ്ററുകളെല്ലാം ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കാം. അതിലിപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തിക മേഖല എല്ലാവർക്കും അറിയാലോ. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. പ്രാഥമികത്തിൽ വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, കൃഷി എന്നിവയൊക്കെയാണ് വരുന്നത്. ദ്വിതീയത്തിൽ എന്തൊക്കെ വരുന്നത്? വ്യാവസായികമാണ് വരുന്നത്. ദ്വിതീയത്തിൽ വ്യാവസായികം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണ മേഖല വരുന്നത് ദ്വിതീയത്തിലാണ്. തൃതീയം പറയുന്നത് സേവന മേഖല എന്നറിയപ്പെടുന്നത് ബാങ്കിങ്, വിദ്യാഭ്യാസം, ഹോട്ടൽ, വ്യാപാരം, വാർത്താവിനിമയം, ബിസിനസ് ഇവയൊക്കെ ഇൻഷുറൻസ് എന്നിവയൊക്കെ തൃതീയ മേഖലയിലാണ് വരുന്നത്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ GDPയിലേക്കുള്ള ദേശീയ വരുമാനത്തിലേക്ക് എന്ത് പോകുന്നത്? സംഭാവനകൾ പോകുന്നത് ഏറ്റവും കൂടുതൽ തൃതീയ മേഖലയിൽ നിന്നുമാണ്. അപ്പൊ ഈ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഭൂമി, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. ലാൻഡിന് റെന്റും, ലേബറിന് വേജും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റും, ഓർഗനൈസേഷന് പ്രോഫിറ്റും നമുക്കറിയാം. അതുപോലെ ഈ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് ഉൽപ്പാദിപ്പിക്കണം. എന്ത്, എങ്ങനെ, ആർക്ക്. എന്ത്, എങ്ങനെ, ആർക്ക്. അത് ഓർത്ത് വെക്കണേ. എന്ത്, എങ്ങനെ, ആർക്ക് എന്നതാണ് ഈ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ടത് 1991 പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്നത് 1991 ജൂലൈ 24 ആ സമയത്ത് പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. പ്രസിഡന്റ് KR നാരായണൻ. ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന. ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയുന്നത് RBI ആണ്. ഹിൽട്ടൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊണ്ടത്. 1926 RBI ഹിൽട്ടൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപം കൊണ്ടത്. ആദ്യം എവിടെയായിരുന്നു അതിന്റെ ആസ്ഥാനം? RBIയുടെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. ഫസ്റ്റ് കൊൽക്കത്തയിലായിരുന്നു. 1934 RBI ആക്ട് പ്രകാരമാണ് RBI നിലവിൽ വന്നത്. RBIയുടെ പ്രവർത്തനം ആരംഭിച്ച 1935 ഏപ്രിൽ 1 RBIയുടെ പ്രവർത്തനം ആരംഭിച്ചത് കൊൽക്കത്തയിലായിരുന്നു. 1937 അതിന്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റി. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 RBIയുടെ സ്ഥാപിത മൂല്യം എന്ന് പറയുന്നത് 5 കോടി രൂപയായിരുന്നു. അപ്പൊ RBIയുടെ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്ന ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയായിരുന്നു. RBI ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എന്ന് പറയുന്നത് എണ്ണപ്പനയാണ്. RBI ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ്. RBIയുടെ അല്ല കേട്ടോ, RBIയുടെയാണ്. RBIയുടെ ചുമതലകൾ എന്തൊക്കെയാണുള്ളത്? നോട്ട് ഇറക്കൽ, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക, പിന്നെ ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, പിന്നെ ആപൽഘട്ടത്തിൽ വായ്പ നൽകുന്നവൻ, നമുക്കല്ല ബാങ്കുകൾക്ക്, വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നവൻ, ദേശീയ തലത്തിൽ ഇടപാടുകൾ തീർക്കുന്നവൻ, റിപ്പോർട്ടറുകളുടെ പ്രസിദ്ധീകരണം എന്നിവയൊക്കെയാണ്. അതുപോലെ കറൻസി അച്ചടിക്കുന്നതുകൊണ്ട് RBIയുടെ ജോലിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 2000 രൂപയുടെ കറൻസിയിൽ എന്താണ്? മംഗൾയാന്, 500ന്റെ ചെങ്കോട്ട, 200ന്റെ സാഞ്ചി സ്തൂപം, 100ന്റെ റാണി കി വാവ്, 50ന്റെ ഹംപിയിലെ രഥം, 20ന്റെ എല്ലോറ ഗുഹ, 10ന്റെ കോണാർക്ക് സൂര്യക്ഷേത്രം, 1 എന്താണ്? സാഗർ സാമ്രാട്ട് എന്ന് പറയുന്നവയാണ്. നോട്ട് നിരോധനം വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ നോട്ട് നിരോധനം നമ്മൾക്ക് ഇപ്പൊ അറിഞ്ഞത് എപ്പോഴാണ്? 2016 നവംബർ 8 ഒരു അർദ്ധരാത്രി പ്രധാനമന്ത്രി ഒരു നോട്ട് നിരോധിച്ചല്ലോ അല്ലെ.
അപ്പൊ അതിന് മുമ്പ് നോട്ട് നിരോധനം നടന്നിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? 1946-ലും 1978-ലും. അപ്പൊ നമുക്കിപ്പോ 2016 നോക്കാം. 2016 നവംബർ 8-ന് പിൻവലിച്ച നോട്ട് ഏതൊക്കെയായിരുന്നു? 500, 1000 രൂപ നോട്ടുകളായിരുന്നു. ആരാ പിൻവലിച്ചത്? നരേന്ദ്രമോദിയാണ് പിൻവലിച്ചത്. അത് പ്രാബല്യത്തിൽ വന്നത് 2016 നവംബർ 9-നായിരുന്നു. നവംബർ 9-നായിരുന്നു നോട്ട് നിരോധനം നിലവിൽ വന്നത്. അടുത്തത് എന്താണ് ഇൻഫ്ലേഷൻ പറഞ്ഞത്? എന്താണ്? ഈ പണത്തിന്റെ സപ്ലൈ എന്ന് പറയുന്നത് കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പം എന്ന് പറയുന്നതാണ് പണത്തിന്റെ സപ്ലൈ കൂടുന്നതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പൊ സാധനങ്ങളുടെ വിലയൊക്കെ എന്തോ ചെയ്യും? കൂടും. ഒരാളുടെ കുറെ പേരുടെ കയ്യിൽ പൈസ കൂടുമ്പോൾ അതിനനുസരിച്ച് സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ എന്താ കൂടും? വില കൂടുകയും ചെയ്യും. പണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്, പൈസയുടെ മൂല്യം കുറയുകയും ചെയ്യും. പണച്ചുരുക്കം പറയുന്നത് എന്താണ്? ഡിഫ്ലേഷൻ. അതായത് പണത്തിന്റെ സപ്ലൈ കുറയുന്നതിനെയാണ് പണച്ചുരുക്കം എന്ന് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങളുടെ ബാക്കി സേവനങ്ങളുടെയൊക്കെ വില എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. പണത്തിന്റെ മൂല്യം എന്നത് വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ പണപ്പെരുപ്പം, പണച്ചുരുക്കം ഇവയൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് റേറ്റ്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് എന്നിങ്ങനെ 2 തരം മാർഗങ്ങളാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. ആരാണ് ഉപയോഗിക്കാറുള്ളത്? RBI ഉപയോഗിക്കാറുള്ളത്. അതിൽ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയും. അതായത് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നത്. ഈ പണപ്പെരുപ്പം ഉള്ളപ്പോൾ എന്ത് കാട്ടും? ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കും. അതായത് ഈ നൽകുന്ന കാശല്ല ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന, അവയ്ക്ക് തിരിച്ചു നൽകേണ്ട എന്താ പറയാ ഇൻട്രസ്റ്റിന്. അപ്പൊ ഈ പണപ്പെരുപ്പമുള്ളപ്പോ എന്ത് കാട്ടും? ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കും. അങ്ങനെ ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിലുള്ള മണിയൊക്കെ എന്ത് ചെയ്യും? RBIയിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാണ് പണപ്പെരുപ്പമുള്ളപ്പോ ഈ ജനങ്ങളിലുള്ള കാശ് തിരിച്ചു പോകാനും വേണ്ടിയിട്ട്. പണപ്പെരുപ്പമുള്ള സമയങ്ങളിൽ ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കും. പണച്ചുരുക്കമുള്ള സമയങ്ങളിൽ ബാങ്ക് റേറ്റ് കുറയ്ക്കും. RBI പണം കൂടുതൽ സപ്ലൈ ചെയ്യും. അപ്പോൾ ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ വാണിജ്യ ബാങ്കുകൾ വായ്പ എടുക്കുന്നത് കുറയുകയും പണപ്രദാനം കുറയുകയും ചെയ്യും. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് കുറയും. ബാങ്ക് റേറ്റ് കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾ കൂടുതൽ വായ്പ എടുക്കുകയും പണപ്രദാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. CRR പറയുന്നത് എന്താണ്? നമുക്ക് എളുപ്പത്തിൽ നോക്കിപ്പോയി. CRR എന്ന് പറയുന്നത് എന്താണ്? വാണിജ്യ ബാങ്ക് അതിന്റെ ഒരു നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കരുതൽ ധനമായി, പണമായി അല്ലെങ്കിൽ സ്വർണ്ണമായിട്ടൊക്കെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതിനെയാണ് CRR എന്ന് പറയാം. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന പണപ്പെരുപ്പമുള്ള സമയത്തിന് CRR വർദ്ധിപ്പിക്കും, പണച്ചുരുക്കമുള്ളപ്പോൾ CRR കുറയ്ക്കും. എല്ലാം സെയിം ആണ് പറയുന്നത്. അതുപോലെ എന്താണ് SLR പറയുന്നത്? എന്താണ്? CRRന് പുറമെ നിക്ഷേപങ്ങളോ ഒരു നിശ്ചിത ശതമാനം സ്വർണ്ണ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് നീക്കി വെക്കുന്നതിനാണ് SLR എന്ന് പറയുന്നത്. അപ്പൊ പണപ്പെരുപ്പമുള്ളപ്പോൾ SLR വർദ്ധിപ്പിക്കും, പണച്ചുരുക്കമുള്ളപ്പോൾ SLR കുറയ്ക്കുകയും ചെയ്യും. എന്നാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങളോ ഷെയറുകളോ RBI പൊതുകമ്പോളത്തിൽ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പണപ്പെരുപ്പമുള്ള സമയങ്ങളിൽ വിൽപ്പന നടത്തും. അതോടെ കാശുകൾ RBIയിലെത്തും. പണച്ചുരുക്കമുള്ള സമയങ്ങളിൽ തിരികെ വാങ്ങുകയും ചെയ്യും. ഇനി റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ഇത് വീണ്ടും വിൽക്കുന്നതിന്റെയും വിലയും തീയതി മുൻകൂട്ടി നിശ്ചയിക്കും. ഇതിന് നൽകുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം എങ്ങനെയാണ് പറഞ്ഞാൽ, വാണിജ്യ ബാങ്കിന്റെ കൈവശമുള്ള ഒരു പത്രം RBIക്ക് വിൽപ്പന നടത്തും. ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കാം എന്ന് പറയും. അപ്പോൾ ആ കടപ്പത്രത്തിന് ഒരു വിലയിട്ടിട്ട് RBI വാണിജ്യ ബാങ്കിന് നൽകും. ഈ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് നൽകുന്ന പണത്തിന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് RBIയിൽ ഇപ്പൊ എന്തെങ്കിലും കടപ്പത്രം വെച്ചിട്ട് വാണിജ്യ ബാങ്കുകൾ അതിന് നൽകുന്ന പലിശ, ആ പൈസക്ക് കിട്ടുന്ന പൈസക്ക് കിട്ടുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം. റിസർവ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നേരെ തിരിച്ചിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ വാണിജ്യ ബാങ്ക് ആർക്ക് കൊടുക്കുന്നതാണ് റിപ്പോ റേറ്റ്? RBIക്ക്. അപ്പൊ RBI തിരിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിസർവ് റിപ്പോ റേറ്റ് എന്ന് പറയാം. അപ്പൊ പണപ്പെരുപ്പമുള്ള സമയങ്ങളിൽ റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കും, പണച്ചുരുക്കമുള്ള സമയങ്ങളിൽ റിപ്പോ റേറ്റ് കുറയ്ക്കും. അതുപോലെ പണപ്പെരുപ്പമുള്ള സമയങ്ങളിൽ റിസർവ് റിപ്പോ റേറ്റ് കുറയ്ക്കും, പണച്ചുരുക്കമുള്ള സമയങ്ങളിൽ റിസർവ് റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കും. ഇത് നേരെ തിരിച്ചാണ് റിസർവ് റിപ്പോ റേറ്റിന്റെ കാര്യത്തിൽ മാത്രം.
അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ ക്ലാസ് ഒരുപാടായി. നമ്മൾ റെപ്പോ റേറ്റ് ഒക്കെ പറഞ്ഞു. ഇനി ആദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത്. ഇമ്പീരിയൽ ബാങ്കിനെ ദേശസാൽക്കരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്തത് എപ്പോഴാണ്? 1955-ലാണ്. 1969-ൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1980-ൽ 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. SBI എപ്പോഴാണ് വന്നത്? 1955 ജൂലൈ 1-നാണ്. ആസ്ഥാനം മുംബൈയാണ്. മഹിളാ ബാങ്ക് വന്നത് 2013 നവംബർ 19-നാണ്. ആസ്ഥാനം ഡൽഹിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 1894 മെയ് 19-നാണ്. ആസ്ഥാനം ഡൽഹിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് 1899 കോഴിക്കോടിലാണ്. ICICI ബാങ്ക് 1994. കേരള ബാങ്ക് 2019 നവംബർ 29-ന്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1990 ഏപ്രിൽ 2-ന്. ആസ്ഥാനം ലക്നൗ. നബാർഡ് 1982 ജൂലൈ 12. ആസ്ഥാനം മുംബൈ. എക്സിം ബാങ്ക് 1982. ആസ്ഥാനം മുംബൈ. LIC 1956. ആസ്ഥാനം മുംബൈ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 മുംബൈ. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ എക്കണോമിക്സിലും കമ്പ്യൂട്ടറുമാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് GK ഫാക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു നല്ല ക്ലാസ്സുമായി വരുന്നവരെ ഓക്കെ ബൈ.